അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വയനാട് വൈത്തിരി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ 8-ാം തീയതി ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കലക്ടർ അറിയിച്ചു. പുഴയിലോ വെള്ളക്കെട്ടിലോ കുളിക്കാൻ ഇറങ്ങാൻ പാടുള്ളതല്ല. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കനത്ത മഴയെ തുടർന്ന് വയനാട് തുരങ്കപാതയിലുണ്ടായ മണ്ണിടിച്ചിലിന് പിന്നാലെ 2 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് നൽകിയിട്ടുള്ളത്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. തുരങ്കപാതയ്ക്ക് വേണ്ടി എടുത്ത മണ്ണ് നിരങ്ങി വന്നതാണ് ദുരന്തത്തിന് കാരണമായത്. പ്രദേശത്ത് നിന്ന് ആളുകളെ മാറ്റിത്തുടങ്ങി. ഒരു വീടും പള്ളിയും പൂർണ്ണമായും തകർന്നിട്ടുണ്ടെന്നാണ് വിവരം. തുരങ്കപാത നിർമ്മാണ മേഖലകളിലെ തൊഴിലാളികൾ മണ്ണിനടിയിൽപ്പെട്ടുവെന്നാണ് വിവരം. തൊഴിലാളികൾ വന്ന ബസ്സിന് മുകളിലേക്കും തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഷെഡിലേക്കും മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. തുരങ്കപാതയ്ക്കായി കെട്ടിയുണ്ടാക്കിയ കോൺക്രീറ്റ് മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീണു. പാത വേർപെട്ടു പോയതിനാൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാവുകയാണ്. കണ്ടെത്തിയവരെ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടു, ഒരാളെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. കനത്ത മഴയിൽ ഇടുക്കി ജില്ലയിലെ പഴയ മൂന്നാർ മലഞ്ചെരുവിൽ പിളർപ്പ്. ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന CSI പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് 100 മീറ്ററിലധികം ദൂരത്തിൽ മലഞ്ചെരിവ് 2ആയി പിളർന്നത്. തുടർച്ചയായ മഴയെ തുടർന്ന് വിള്ളലിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ അളവ് വർദ്ധിച്ചാൽ മലഞ്ചെരിവിന്റെ ഉറപ്പ് കുറയുകയും വലിയ മലയിടിച്ചിൽ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. അടുത്തതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സാധാരണക്കാരായ രോഗികൾക്ക് പരമാവധി ആശ്വാസം നൽകുന്ന വിപ്ലവകരമായ മാറ്റങ്ങളുമായി UDF സർക്കാർ. മെഡിക്കൽ കോളേജുകളിലെ OP, IP അത്യാഹിത വിഭാഗങ്ങളിൽ വൻ പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി. മെഡിക്കൽ കോളേജുകളിലെ ഫാർമസികളിൽ നിന്ന് ഇനി മുതൽ ഡോക്ടറെ വീണ്ടും കാണാതെ തന്നെ 6 മാസം വരെ തുടർച്ചയായി മരുന്ന് വാങ്ങാമെന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. വിട്ടുമാറാത്ത രോഗങ്ങൾക്ക് പതിവായി മരുന്ന് കഴിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കാതെ മരുന്ന് ലഭ്യമാക്കാൻ ഈ തീരുമാനം സഹായിക്കും. ആരോഗ്യരംഗത്തെ പാളിച്ചകൾ തിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ നേരിട്ട് രംഗത്തിറങ്ങിയതോടെ കേരളത്തിന്റെ ആരോഗ്യ മോഡൽ വീണ്ടും സുവർണകാലത്തേക്ക് തിരിച്ചെത്തുകയാണെന്ന വിലയിരുത്തലിലാണ് പൊതുജനങ്ങൾ. പുതിയ സർക്കുലർ പ്രകാരം രോഗികൾ അവസാനമായി ഡോക്ടറെ കണ്ടപ്പോൾ കുറിച്ച് നൽകിയ മരുന്നുകൾ മാത്രമായിരിക്കും ഇത്തരത്തിൽ 6 മാസം വരെ ഫാർമസിയിൽ നിന്നും നേരിട്ട് നൽകുക. ഡിസ്ചാർജ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ആശുപത്രി ഫാർമസിയിൽ നിന്ന് ഒരേ സമയം 1 മാസത്തേക്കുള്ള മരുന്ന് ഒറ്റത്തവണയായി വാങ്ങാനും സൗകര്യമുണ്ടാകും. ഡിസ്ചാർജ് ചെയ്യുന്നവർക്കുള്ള മരുന്നുകൾ ഒരു പ്രത്യേക ഒറ്റ കൗണ്ടറിലൂടെ വേണം നൽകാൻ. മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളെ വട്ടം ചുറ്റിക്കുന്ന പതിവ് രീതികൾക്ക് ഇതോടെ അറുതിയാകും. OP സമയം കഴിഞ്ഞാലും ടോക്കൺ എടുത്ത് കാത്തിരിക്കുന്ന അവസാന രോഗിയെയും ഡോക്ടർ നിർബന്ധമായും പരിശോധിച്ചിരിക്കണം. സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ എത്തുന്ന രോഗികളുടെ അഡ്മിഷൻ നടപടികൾ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിവേഗ ചികിത്സ ഉറപ്പാക്കേണ്ട അത്യാഹിത വിഭാഗത്തിൽ ഗുരുതര പരിക്കുകളുമായി എത്തുന്നവർക്ക് 5 മിനിറ്റിനുള്ളിൽ ചികിത്സ ആരംഭിക്കണമെന്നും സർക്കുലറിൽ കർശനമായി നിഷ്കർഷിക്കുന്നു. പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.